ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത മലയാളത്തിലെ റെക്കോർഡ് വിജയം നേടിയെടുത്ത ഇൻഡസ്ട്രീറ്റ് വിജയം നേടിയെടുത്ത തുടരും ആ സിനിമയുടെ 25ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 4ാമത്തെ തിങ്കളാഴ്ച ദിവസമായി ഇന്നത്തെ സിനിമയുടെ ബുക്കിംഗിലേക്ക് വരുന്നതിന് മുന്നേ ഇന്നലെ വരെയുള്ള ഞായറാഴ്ച വരെയുള്ള സിനിമയുടെ കൃത്യമായി കേരള കളക്ഷൻ വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്നലെ 4ാമത്തെ ഞായറാഴ്ചയും സിനിമ പ്രതീക്ഷിച്ച പോലെ 2 കോടിയല്ല 2 കോടി 50 ലക്ഷത്തിന് മുകളിലെ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ മാത്രം 2 കോടി 64 ലക്ഷം 4ാമത്തെ ഞായറാഴ്ച കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത തുടരും. അങ്ങനെ വെറും 24 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 109 കോടി 44 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. സിനിമയുടെ OTT ഉൾപ്പെടെയുള്ള ബിസിനസ് കളക്ഷൻ മാറ്റിവെച്ച് ഓവർസീസ് കളക്ഷൻ മാറ്റിവെച്ച് കേരള കളക്ഷൻ ഷെയർ വെച്ച് മാത്രം നോക്കിയാൽ പോലും സിനിമ വലിയ ലാഭകരമായി സിനിമയുടെ നിർമ്മാതാവിന് മാറുമെന്നാണ് കേരള കളക്ഷൻ നൽകുന്ന ഉറപ്പ്. അതേസമയം ചിത്രത്തിന്റെ കൃത്യമായി 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടില്ല. 222 കോടി 223 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ കണക്കുകൾ കേട്ട് കാത്തിരിക്കൂ. ഇന്ന് സിനിമയുടെ 25ാം ദിവസമാണ് തിയേറ്ററുകളിൽ. സിനിമയുടെ 25ാം ദിന സ്പെഷ്യൽ പോസ്റ്റർ റിലീസ് ആയിരിക്കുകയാണ്. ജോർജ് സാറും ലാലേട്ടനോടൊപ്പം ഏറ്റവും പുതിയ പോസ്റ്ററിലുണ്ട്. ഇന്ന് സിനിമയുടെ 4ാമത്തെ തിങ്കളാഴ്ച ആണെങ്കിലും സിനിമയുടെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസമാണോ എന്ന് തോന്നിപ്പിക്കുന്ന ലെവൽ ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മണിക്കൂറിൽ നോക്കുകയാണെങ്കിൽ പോലും 1500 മുകളിലെ ടിക്കറ്റുകൾ 1 മണിക്കൂറിൽ മാത്രം വിറ്റഴിക്കുന്ന കാഴ്ചയാണ് തുടരും സിനിമയുടെ കാര്യത്തിൽ നാം കാണുന്നത്. ഇനി തുടരും സിനിമയുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ തുടരും ഈ ആഴ്ച മെയ് 23 OTT റിലീസ് ചെയ്യുമെന്ന ശക്തമായ റൂമേഴ്സ് എല്ലാം തന്നെ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടല്ലോ. ഇന്ന് വന്ന റിപ്പോർട്ട്സ് പ്രകാരം ഈ ആഴ്ച സിനിമ OTT റിലീസ് ചെയ്തേക്കില്ല എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതിന്റെ കാരണം സിനിമ ഇപ്പോഴും തിയേറ്ററുകളിലെ നല്ല കളക്ഷനോടെ പ്രതിദിനം ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും സിനിമയുടെ OTT റിലീസ് വൈകട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കാം തുടരും സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.